നാടുവാഴുക നഗരം വാഴുക വീടുവാഴുക വിരുദം വാഴുക കാടുവാഴുക കണ്ടം വാഴുക കായംകുളത്തെ കൊച്ചുണ്ണി. ഹലോ എവരിവൺ, എല്ലാവർക്കും ടെക് ടോർ മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട പോലുള്ള ഫയർ എഫക്ട്സ് വീഡിയോസ് എങ്ങനെ ഉണ്ടാകാമെന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. പിക്സാർട്ടിൻ്റെ ഹോം പേജിൽ വരുന്ന പ്ലസ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ വരുന്ന മെനുവിൽ നിന്ന് ഡ്രോയിങ്സ് എന്നുള്ള മെനുവിലെ പിക് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ 720p റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ലെയേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള ചേഞ്ച് കളർ എന്ന് പറയുന്ന ഒരു ബക്കറ്റിൻ്റെ പടമുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ക്യാൻവാസ് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. അതിനുശേഷം ലെയേഴ്സിൻ്റെ തൊട്ടപ്പുറകെ കാണുന്ന ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിന്നും നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്യുക. എപ്പോഴും ഒരു കരിപ്പ് ഫോട്ടോ ആവുന്നതായിരിക്കും നല്ലത്. എങ്കിലാണ് ഫയർ എഫക്ട്സ് വരുമ്പോൾ കുറച്ചുകൂടി നല്ലതാവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അമർത്തുക. അതിനുശേഷം ആ ഫോട്ടോ ആ ക്യാൻവാസിൽ കറക്റ്റാക്കി സെറ്റ് ചെയ്യുക. ഇത്തരത്തിൽ അത് വലിച്ച് കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ ഒബ്ജക്റ്റ് മാക്സിമം നടുക്ക് വരാൻ പാകത്തിന് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിൽ നിന്നും എഡിറ്റ് ഇമേജ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മുടെ പിക്സാർട്ടിൻ്റെ സാധാ ഒരു യൂസർ ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൽ നിന്ന് ചതുരത്തിൽ കിടക്കുന്ന ടൂൾസ് എന്ന ഓപ്ഷനിൽ നിന്ന് അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ ക്ലാരിറ്റി മാക്സിമം ആക്കി ഇടുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡെപ്ത് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റ്സും ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇച്ചിരി കൂടി ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഷാഡോസിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. അപ്പോഴാണ് ഇമേജിൻ്റെ ഷാഡോ കറക്റ്റായിട്ട് വരികയുള്ളൂ. അത്രയും സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അമർത്തുക. ഇനി എഫക്ട്സ് എന്ന് എഴുതിയിരിക്കുന്ന എഫക്ട്സിലേക്ക് പോവുക. അതെടുക്കുമ്പോൾ കുറേയേറെ ഓപ്ഷൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് കളേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. കളേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അമർത്തുക. ഇതിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അമർത്തുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഓപ്ഷൻസിൽ നിന്ന് ഡ്രോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന കളർ ബ്ലാക്ക് ആണ് എന്ന് ഒന്നുകൂടി ഉറപ്പാക്കുക. അതിനായിട്ട് ഇടതുവശത്ത് താഴെ കാണുന്ന ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ബ്രഷിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ആവശ്യമില്ലാത്ത വൈറ്റ് കളർ ഇങ്ങനെ നമ്മൾ ഈ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കളയണം. ഇതത്ര പെർഫെക്ഷനൊന്നും വേണ്ട. എങ്കിൽ കൂടിയും ഓൾമോസ്റ്റ് ആ നിഴൽ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ആ ഒരു നിഴൽ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുക. വൈറ്റ് കളർ റിമൂവ് ചെയ്ത് കളയുക. ഇത് അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ വരും. അതുകൊണ്ട് അധികം സമയത്തിന് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു നിഴലിൻ്റെ ഭാഗമാക്കി എടുക്കുക. പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗങ്ങൾ മാക്സിമം റിമൂവ് ചെയ്ത് കളയുക. ബോഡിയോട് നിൽക്കുന്നത് കളഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. ഈ വെള്ള കളറുള്ള ഭാഗത്തുകൂടിയാണ് നമ്മുടെ ഫയർ എഫക്റ്റ് വരുന്നത്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയും പെർഫെക്റ്റ് ആയിട്ട് വരും. ആ വെള്ള കളറിലുള്ളിടത്താണ് നമ്മുടെ ആ ഫയർ എഫക്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് അടിച്ചതിന് ശേഷം സേവ് ടു ഗാലറി എന്നുള്ള പച്ച ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആവും. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് പിക്സർലാബ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ആ പിക്സർലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് 5 ഓപ്ഷൻസ് ഇറങ്ങുന്നുണ്ട്. അത് വെച്ചാണ് ഇതിൽ എഡിറ്റ് ചെയ്യുന്നത് മറ്റും. ആദ്യം തന്നെ നമുക്കിതിലെ ആ 2 ചതുരക്കട്ട കിടക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റ് ഇമേജ് സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റം എന്നുള്ള ഓപ്ഷൻ മാറ്റി യൂട്യൂബ് തംബ്നെയിൽ കൊടുക്കുക. യൂട്യൂബ് തംബ്നെയിലാണ് 720p വരുന്നത്. അതുകൊണ്ട് യൂട്യൂബ് തംബ്നെയിൽ നിന്ന് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഡസ്റ്റ്ബിന്നിൻ്റെ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പോവും. അടുത്തതായി ഇടതുവശത്ത് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണായി ഞെക്കിക്കൊണ്ട് നമുക്ക് ഗാലറിയിൽ നിന്നും ഇമേജസ് ആഡ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നമ്മൾ പിക്സാർട്ടിൽ നിന്ന് നേരത്തെ ആഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈസ് കറക്റ്റാക്കി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ ഇമേജ് സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയുള്ള ഓപ്ഷൻസിൽ റൗണ്ട് സർക്കിളിൽ കിടക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ഇറേസ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഓൺ ആക്കി ഇടുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇറേസ് കളർ എന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ ആ 2 ചതുരക്കട്ടയുള്ള ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോവുക. അതിൽ നിന്നും ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കളർ പോയിട്ട് ഒരു PNG ഫയലായി മാറുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് PNG ആവുകയാണ്. ഇനി മുകളിൽ നിന്ന് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യണം. അത് PNG ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടിയും നമ്മൾ സേവ് ചെയ്ത ഇമേജ് ഇൻസേർട്ട് ചെയ്യുക.
നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത ഫോട്ടോ ഇത്തരത്തിൽ റീസെൻസിൽ കിടക്കുന്നുണ്ടാവും. അത് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ ആഡ് ചെയ്യുക. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു PNG ഫയലായിട്ട് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ അടിയിലെ സർക്കിൾ ഓപ്ഷൻസിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ബ്രഷിൻ്റെ സിമ്പിൾ കൊടുത്ത് അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം അത് കളർ അതിൻ്റെ കറുപ്പാക്കി മാറ്റുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിൽ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഇമേജ് PNG ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യണം. PNG ഫോർമാറ്റിലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം 720p റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ള കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കിയതിന് ശേഷം പ്ലസ് ഐക്കണിൽ ഞെക്കുമ്പോൾ MT പ്രോജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് മീഡിയ ബ്രൗസർ എടുക്കുക. അതിൽ നിന്ന് ഞാൻ താഴെ വീഡിയോയുടെ ലിങ്കിൽ ഇട്ടിട്ടുള്ള ഫയർ എന്ന് പറയുന്നൊരു MP4 ഫയലുണ്ട്. അത് ഇത്തരത്തിൽ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം കൈൻമാസ്റ്ററിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിൽ മീഡിയ എന്ന് കിടക്കുന്നുണ്ടാവും. അതും സെലക്ട് ചെയ്യുക. അതിൽ നിന്നും നമ്മുടെ പിക്സൽ ലാബിൽ അവസാനം എഡിറ്റ് ചെയ്ത ആ ഇമേജ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഇമേജിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുക. അതുകൂടാതെ ആ മഞ്ഞ കളറിൽ കിടക്കുന്ന സാധനം വലിച്ച് നമ്മുടെ ഫയർ വീഡിയോയുടെ അത്രയും തന്നെ ആക്കിയിടുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഫയർ എഫക്റ്റ് ആ ഇമേജിനുള്ളിൽ കൂടി വരുന്നുണ്ട്. നമ്മൾ എവിടേക്കാണോ ആ വൈറ്റ് കളർ കണ്ടിരുന്നത് അതിൽ കൂടെയാണ് ആ ഫയർ എഫക്ട്സ് വരുന്നത്. ഇനി ഇതിന് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാം. BGM ആഡ് ചെയ്യുന്നതിനായിട്ട് ഓഡിയോ എന്നൊരു ഓപ്ഷനാണ് കൈൻമാസ്റ്റർ ഉള്ളത്. അത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇതുപോലെ എഡിറ്റ് ചെയ്ത ഓഡിയൻ്റെ ഈ കംപ്ലീറ്റ് വീഡിയോ കൂടി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.